ഹലോ, നമ്മൾ സൗണ്ട് അഥവാ ശബ്ദത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ഓരോ സൗണ്ടും ഡിഫറെൻ്റ് ആണ്, അതിന് ചില കാരണങ്ങളുണ്ട് അല്ലേ. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലാണിത്. ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ ചലിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ആടും അല്ലേ. ഇതുപോലെ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ചലിക്കും. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറയും. ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന് നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഓസിലേഷൻ മെയ്ഡ് ബൈ ദി സിമ്പിൾ പെൻഡുലം ഇൻ 1 സെക്കൻഡ് ഈസ് ഫ്രീക്വൻസി, ആവൃത്തി എന്ന് പറയുന്നത് അല്ലേ. സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ പെൻഡുലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ഹെഡ്സ് HZ എന്നാണ് നമ്മളതിനെ ഷോർട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം ആണ്. ആവൃത്തി എന്ന് പറയുന്നത് ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ സമയമാണ്. ഇനി ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലുള്ള ഫ്രീക്വൻസി എന്താവും? ഫ്രീക്വൻസി കുറയും. കാരണം എന്താണ്? ഇതിപ്പോൾ ഇത്ര ലെങ്ത് ആണെങ്കിൽ ഇതിന് ഇവിടെ മുതൽ ഈ ഒരു സ്ഥലം വരെയാണ് ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം. ഇനിയിപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഇത്ര ഉണ്ടെങ്കിലോ നമുക്ക് ഇവിടം വരെ കൂടും, അതായത് അതിന് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചലിക്കാനുള്ള ഒരു ദൂരം കൂടും അല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ ഓസിലേഷൻ എടുക്കുന്ന സമയവും കൂടും. അപ്പോൾ എന്താവും? നീളം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ഓക്കെ, നമ്മളിനി ഒരു ടാബിളിൽ ഒരു ഹാക്സോ ബ്ലേഡ്, ടാബിളിൻ്റെ ഒരു ഭാഗത്ത് ഹാക്സോ ബ്ലേഡ് ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് മറ്റേ ഭാഗം നമ്മളൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ എന്താണ്? ഈ ഹാക്സോ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു സൗണ്ട് ഉണ്ടാവും, കൂടെ സൗണ്ടോട് കൂടിയാണ് എന്ത്? വൈബ്രേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഈ സിമ്പിൾ പെൻഡുലാണ് നമ്മൾ ചലിപ്പിച്ചതെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ആടും. പക്ഷേ നമുക്ക് എന്താണ്? സൗണ്ടൊന്നും കേൾക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണ്? അവിടെ ഫ്രീക്വൻസി എന്താണ്? ഭയങ്കര കുറവാണ് അല്ലേ. ഇവിടെ ആണെങ്കിലോ ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താണ്? ശബ്ദം കേൾക്കും. ഫ്രീക്വൻസി കുറവാണ് എന്തായിരിക്കും? ശബ്ദവും കുറവായിരിക്കും. ഓക്കെ, കുറേ ട്യൂണിങ് ഫോർക്സ് ഉണ്ടല്ലേ. ട്യൂണിങ് ഫോർക്കാണ് ഇതൊക്കെ. 256 ഹെഡ്സ്, 288 ഹെഡ്സ്, ഓരോന്നിൻ്റെയും എന്താണ്? ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഒരു സെക്കൻഡിൽ ഇത് 256 തവണയാണ് ഈ ഒരു ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണെങ്കിലോ 288 തവണയാണ് ഒരു സെക്കൻഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഇതിൻ്റെ സൗണ്ടും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണതിനനുസരിച്ച് നമ്മുടെ സൗണ്ടും വ്യത്യസ്തമാവും. അപ്പം നമ്മുടെ എല്ലാവരുടെയും സൗണ്ട് എന്താണ്? വ്യത്യസ്തമാണല്ലോ. ഓരോരുത്തരുടെയും സൗണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്? ഫ്രീക്വൻസിയിലുള്ള ഒരു ചേഞ്ചാണ്. ഓരോരുത്തരുടെയും സൗണ്ടിലുള്ള ഫ്രീക്വൻസിയിലെ ചേഞ്ചാണ് എന്ത്? ഓരോരുത്തരുടെ ശബ്ദവും എന്താക്കുന്നത്? ഡിഫറെൻ്റ് ആക്കുന്നത്. ഓക്കെ, വെൻ എ ബോഡി ഈസ് സെറ്റ് ഇൻ ടു വൈബ്രേഷൻ ഇറ്റ് വൈബ്രേറ്റ്സ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ് സൗണ്ട്. ദിസ് ഫ്രീക്വൻസി ഈസ് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. അഥവാ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയെ അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളൊരു വസ്തുവിനെ വൈബ്രേറ്റ് ചെയ്യുമ്പം അത് അതിൻ്റേതായ ഒരു രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും അല്ലേ. അതിന് നമ്മൾ എന്ത് പറയും? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ സൗണ്ട് ദാറ്റ് എമേർജ്ഡ് ഫ്രം ദം വാസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദയർ നാച്ചുറൽ ഫ്രീക്വൻസി. നമ്മുടെ ഒരു സൗണ്ടിൽ ഉണ്ടാവുന്ന വ്യത്യസ്തതയ്ക്ക് കാരണം എന്താണ്? അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയിലുള്ള ഡിഫറൻ്റ് ആണ് ഓരോ സൗണ്ടും വ്യത്യസ്തമാക്കുന്നത് അല്ലേ. ഇനി ഓക്കെ അല്ലേ ഇത്? ഇനിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ടാബിൾ വെൻ ടാപ്ഡ് വിത്ത് എ പെൻ ഈസ് 200 ഹെഡ്സ്, വാട്ട് ഈസ് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി? ഒരു മേശയിൽ പേന കൊണ്ട് തട്ടിയപ്പോൾ മേശ പുറപ്പെടുവിച്ച ശബ്ദത്തിൻ്റെ ആവൃത്തി 200 ഹെഡ്സ് ആണ്. ആണെങ്കിൽ മേശയുടെ സ്വാഭാവിക ആവൃത്തി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സാധനം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ അതിനെയാണ് നമ്മൾ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മേശയിലാണ് തട്ടുന്നത്. അപ്പോൾ മേശ പുറപ്പെടുവിച്ച ആവൃത്തി എന്ന് പറയുന്നത് എന്താണ്? 200 ഹെഡ്സ് ആണ്. അപ്പോൾ 200 ഹെഡ്സ് തന്നെയല്ലേ നമ്മുടെ സ്വാഭാവിക ആവൃത്തിയും. ഈ മേശ പുറപ്പെടുവിച്ച ശബ്ദത്തിൻ്റെ ആവൃത്തി 200 ആണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്? 200 ഹെഡ്സ് തന്നെയാണ്. ഓക്കെ അല്ലേ? അത് സ്വയം പുറപ്പെടുവിക്കുന്ന ആവൃത്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി, സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് അല്ലേ. ഇനി നിങ്ങൾ ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസോ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതൊരു മെറ്റലിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റമാണ്.
നമ്മളിങ്ങനെ ഹാങ്ങിങ് ഒക്കെ ആക്കി ചെയ്യുന്നതാണല്ലേ. ഇതിൽ ഓരോ മെറ്റൽ പീസും ഉണ്ടല്ലോ, ഇതിൻ്റെ ലെങ്ത്തും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ലെങ്ത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഇതിലുള്ള സൗണ്ടും വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മുടെ സൗണ്ട് വ്യത്യസ്തപ്പെടാനുള്ള വേറൊരു കാരണമുണ്ട്. ലെങ്ത്തിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാവുന്ന ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും. അപ്പോൾ എന്താണ്, നമുക്ക് കേൾക്കുന്ന സൗണ്ടിലും വ്യത്യാസം വരും. അപ്പോൾ ലെങ്ത്ത് കാരണം എന്താവാം, നമ്മുടെ സൗണ്ടിൽ വ്യത്യാസം വരാം, അഥവാ നീളം കാരണം. നമ്മൾ ഇതേപോലെയുള്ള ഡെക്കറേറ്റീവ് ഐറ്റം നമ്മൾ PVC പൈപ്പ് വെച്ച് ചെയ്തു. നമ്മളിത് മെറ്റലിലാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വെച്ച് എന്താണ്, നീളം വെച്ച് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവാം. ഇനി PVC പൈപ്പിൽ വെച്ച് ചെയ്താലും എന്താണ്, മെറ്റലിൽ കേട്ട പോലെയുള്ള ഒരു സൗണ്ട് ആയിരിക്കും നമ്മൾ PVC പൈപ്പ് കൊണ്ട് നിർമ്മിച്ചാൽ കിട്ടുന്നത്, അല്ലല്ലേ. അപ്പോൾ അതിൻ്റെ എന്താണ് സ്വഭാവം, അതിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചാണ്ടും നമ്മൾ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി, സ്വാഭാവിക ആവൃത്തിയിൽ വ്യത്യാസം വരാം. ഇനിയിപ്പോൾ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങനെ പിടിക്കുകയാണ്, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാണ്ട് നമ്മളതിനെ ഈ റബ്ബർ ബാൻഡിനൊന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്കൊരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഈ റബ്ബർ ബാൻഡ് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്താലോ നമുക്ക് കേൾക്കുന്ന സൗണ്ട് എന്തായിരിക്കും, വേറെ ആയിരിക്കും. ആദ്യം സ്ട്രെച്ച് ചെയ്ത് നല്ലോണം വലിച്ചു പിടിച്ചപ്പോൾ ഉള്ള സൗണ്ട് ആയിരിക്കില്ല, കുറച്ചൊന്ന് അടുത്ത് പിടിക്കുമ്പോൾ ഉണ്ടാവുക, അല്ലേ. അപ്പോൾ എന്താണ്, നാച്ചുറൽ ഫ്രീക്വൻസി ടെൻഷൻ കാരണം അഥവാ വലിവ് ബലം കൊണ്ടും എന്താവാം, വലിവ് ബലം കൊണ്ടും നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്തുണ്ടാവാം, ചേഞ്ച് ഉണ്ടാവാം. ഓക്കെ, വലിവ് ബലം കാരണവും നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ ഈ വ്യാസം കൂടിയ 2 പൈപ്പ് ഉണ്ട്. അതിൻ്റെ മേലെ നമ്മൾ എന്താണ് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഡയഫ്രം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വണ്ണം കുറഞ്ഞ ഈ ഒരു പൈപ്പിൽ നമ്മൾ ഇവിടെ തട്ടി നോക്കുമ്പോഴും ഈ ഒരു വ്യാസം കൂടിയ ഇതിൽ തട്ടി നോക്കുമ്പോഴും ഉണ്ടാവുന്ന സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് ഉണ്ടാവും. സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവിനനുസരിച്ച് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിലും നമുക്ക് എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഗിറ്റാറാണ്. ഈ ഗിറ്റാറിലെ ഓരോ സ്ട്രിങ്സ് എന്തായിരിക്കും, വ്യത്യസ്ത തിക്നെസ് ആയിരിക്കും. ഓരോന്നിൻ്റെ കട്ടിയും എന്തുണ്ടാവും, വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നിനും ഉണ്ടാക്കുന്ന സൗണ്ടും വ്യത്യസ്തമായിരിക്കും. അഥവാ നമ്മുടെ എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നതിനനുസരിച്ചും എന്തുണ്ടാവും, നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഛേദതല പരപ്പളവ് മാറുന്നതിനനുസരിച്ചും നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി. ഒരു വസ്തുവിൻ്റെ സ്വഭാവ ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്, നാച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ സ്വഭാവം പറഞ്ഞു. ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ നീളത്തിനനുസരിച്ച് മാറും. ടെൻഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്, വലിവ് ബലം. സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവിനനുസരിച്ചും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഛേദതല പരപ്പളവിനനുസരിച്ചൊക്കെ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്തുണ്ടാവാം, നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.